ബിഗ് ബോസ് സീസൺ 6 ഡേ 61 ലൈവിലെ ചില കാര്യങ്ങളാണ്. ബിഗ് ബോസിന് ഓരോ ദിവസവും ഓരോ പ്ലാൻ ഉണ്ട്. ഷോ ഡയറക്ടേഴ്സ് കൊടുക്കുന്ന ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗെയിം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് പോയാലേ ഈ ലൈവ് എൻഗേജിങ് ആവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഡയമണ്ട് കണ്ടുപിടിക്കുന്ന പരിപാടിയായിട്ട് ആളുകൾ ഓടി നടക്കണം എന്നുള്ളതാണ്. പക്ഷെ ഓടി നടക്കാൻ ആർജവമുള്ള കണ്ടസ്റ്റൻസ് തീരെയില്ല. കുറച്ച് ആൾക്കാർ ഓടി നടക്കുന്നുണ്ട്. ഓടി നടക്കുന്ന ആൾക്കാർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഓടി നടക്കുന്നത്? സാബു പറഞ്ഞ കുറച്ച് ക്ലൂ ഒക്കെ വെച്ചിട്ടാണ് ഓടി നടക്കുന്നത്. സാബു വ്യക്തമായിട്ടൊരു ക്ലൂ എടുക്കുന്നുണ്ട്. നനവുള്ള സ്ഥലം, ഇരുട്ടുള്ള സ്ഥലം. ശരിക്കും ആ ഒരു ക്ലൂവിലേക്ക് കുറച്ചും കൂടെ എത്തിയത് അർജുനാണ് എന്ന് എനിക്ക് തോന്നി. സായി പക്ഷെ പിന്നീട് ഒരവസരത്തിൽ താൻ ഈ ഡയമണ്ട് കണ്ടുപിടിച്ചതിന്റെ വഴികളെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ടു. ക്ലൂ ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം, പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റണം എന്നൊക്കെ വലിയ ഡയലോഗ് സായി അടിക്കുന്നത് കേട്ടു. സായി ആണോ അത് ഇങ്ങനെ പോയി എടുത്തത്? എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ആദ്യം കേട്ടത് അർജുൻ സംസാരിക്കുന്നതാണ്. പിന്നീട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് വെട്ടിച്ചപ്പെടുത്തതിന് അവിടെ ഡയമണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സായി നിൽക്കുകയാണ്. സായി അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വലിയ മണ്ടത്തരം കാണിച്ചു. സായി എല്ലാ ആൾക്കാരെയും വിളിച്ച് അനൗൺസ് ചെയ്തു. ബിഗ് ബോസ് എല്ലാ ആൾക്കാരെയും മീറ്റിങ്ങിന് വേണ്ടി വിളിച്ച സമയത്ത് ബിഗ് ബോസ് ചോദിച്ചു, എന്താണ് സായി സീക്രട്ട്? സീക്രട്ട് ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ട്. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചു, എന്ത് മണ്ടത്തരമാണ് സായി കാണിച്ചത്. ഇവർ ടാസ്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുന്നില്ലേ? ബിഗ് ബോസ് പറഞ്ഞാണ് ഈ ഒരു ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ആരുടെ കൈവശമാണോ ഡയമണ്ട് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ചോദിക്കും, ആരുടെ കൈവശമാണോ ഡയമണ്ട് ഉള്ളത് അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാം. ബിഗ് ബോസ് ചോദിക്കാത്ത സമയത്ത് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ഗെയിം അവിടെ അവസാനിച്ചില്ലേ? അപ്പം ബാക്കിയുള്ള ആളുകളുടെ ഉള്ള ആർജവം കൂടെ പോയി. ഈ അൻസിബ, ഋഷി അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഡയമണ്ടിന് വേണ്ടി തപ്പുന്നില്ല. അപ്സര, അതേപോലെ തന്നെ ശരണ്യ, ടണൽ ടീമിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ ഡയമണ്ടിന്റെ പുറകെ നടക്കുന്നത്. വേറെ ആൾക്കാർ അതിനകത്തേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പൊ സിജോയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ജാസ്മിന് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും ആക്റ്റീവായിട്ട് ഇറങ്ങിയത് ടണൽ ടീമാണ്. ഈ ഡയമണ്ട് കൈവശം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സാധനം കൂടെ തീരും. അത് കഴിഞ്ഞിട്ട് വെറുതെ ലൈവിൽ എല്ലാ ആൾക്കാരും ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് യാതൊരുവിധ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. രാവിലെ ശ്വേതയും അതേപോലെ തന്നെ സാബു ഒക്കെ ഹൗസിൽ നിന്ന് പോയി. കണ്ടസ്റ്റൻസിന് വലിയ വിഷമമുണ്ട് അവർ പോയ സമയത്ത്. പ്രേക്ഷകരായിട്ടുള്ള നമുക്കും അയ്യോ അവർ പോയല്ലോ, പെട്ടെന്ന് പോയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം ഗെയിമിൽ കുറേ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നത് അവരായിരുന്നു. എന്തോ എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ 2 ദിവസത്തെ ലൈവ്. ജിൻഡോ ആര് പോയാലും കരഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജിൻഡോ കരഞ്ഞ് അവരുടെ കൂടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ഓടി, ഡയമണ്ട് തപ്പാൻ വേണ്ടി ഓടി. ഏതായാലും ജിൻഡോയ്ക്ക് കിട്ടിയില്ല. ജിൻഡോ കഴിഞ്ഞ 2 ദിവസമായിട്ട് അതിന് കാവൽ നിന്ന വ്യക്തിയാണ്. സായിക്ക് കിട്ടി ഡയമണ്ട്. സായി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമോ? ശ്രീരേഖ കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ. ശ്രീരേഖ ഈ ആഴ്ച നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ മാണിക്കക്കല്ല് കിട്ടിയ നമ്മുടെ മനീഷ ചേച്ചിയെ പോലെ ആവുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ. ഏതായാലും ശ്രീരേഖയ്ക്ക് ഈ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് കൊണ്ട് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു നിലവിലേക്ക് ആയിട്ടുണ്ട്. 9 വോട്ടുകളോടെയാണ് നോമിനേഷനിലേക്ക് പോയത്. ഇപ്പം 9 വോട്ടുകളോടെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതേതായാലും നല്ലൊരു പരിപാടി പോയി. ഈ ശ്രീരേഖയ്ക്ക് ഇത് കൊടുക്കണമെന്ന് സായി എന്ത് ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഗെയിമൊന്നുമില്ല, മൊത്തം ഒരു വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നന്ദനെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നന്ദനെ നോമിനേറ്റ് ചെയ്യുന്നതും നന്ദനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതുകൊണ്ടാണ്. നന്ദനയ്ക്ക് ബേസിക്കലി പാവമാണ്. സായി ഡയമണ്ട് ശ്രീരേഖ കൊടുക്കുന്നതിനകത്ത് അത്ര നല്ല അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഇന്നത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് നോക്കാം. എപ്പിസോഡിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഋഷി സായി ആണ് പറയുന്നത്. പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് സായി നല്ല പെർഫോമൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു സായി. ശരണിയും നല്ല പെർഫോമൻസ് ആയിരുന്നു. സിജോയെ പറയുന്നുണ്ട്. പക്ഷേ സിജോ പറയുന്നുണ്ട്, എനിക്ക് ഫിസിക്കലി അത്രത്തോളം ടാസ്കുകളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ക്യാപ്റ്റൻസി ടാസ്കിൽ കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട ഗെയിമുകളാണല്ലോ ഉള്ളത്, അപ്പം പങ്കെടുക്കാൻ പറ്റില്ല. എന്നാലും സിജോയെ ഋഷി നോമിനേറ്റ് ചെയ്യുകയാണ്. ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്ന് കാണാനായിട്ട് ഋഷിക്ക് ആഗ്രഹമുണ്ട്. സിജു അത്യാവശ്യം നല്ല രീതിയിൽ ഡയലോഗൊക്കെ വിടുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അതായിരിക്കാം ഇവിടെ ഋഷി ഉദ്ദേശിക്കുന്നത്. നോറ ശരണിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ശരണിക്ക് ഇതുവരെ ആ ഒരു ചാൻസ് കിട്ടിയില്ല, ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. നോറയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ശരണി എങ്ങനെയാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണാൻ. പിന്നീട് പറയുന്നത് ശ്രീരേഖയാണ്. ഹോട്ടൽ ടാസ്കിലൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ആ ഒരു പെർഫോമൻസിനിടയിലും തൻ്റെ ഡ്യൂട്ടികൾ മറക്കാതെ ചെയ്തിരുന്നു ശ്രീരേഖ. അത്രയധികം ആത്മാർത്ഥതയുള്ള ശ്രീരേഖയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നന്നാവും ഹൗസിന് എന്നുള്ളതാണ് നോറയുടെ അഭിപ്രായം.
അൻസിബ അഭിഷേകിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, അഭിഷേക് ശ്രീകുമാർ. ടാസ്ക് ഒക്കെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അഭിഷേക്. ടാസ്ക് ഒക്കെ ഈ ആഴ്ച അത്ര മനോഹരമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീട് സിജോയെ നോമിനേറ്റ് ചെയ്യുന്നു. സിജോ ക്യാപ്റ്റനായ സമയത്താണല്ലോ റോക്കിയായിട്ട് ഇഷ്യൂ ഉണ്ടായത്. അതിന് പകരമായിട്ടാണല്ലോ അൻസിബ് എന്ന് കയറിയത്. പുറത്തു പോയതിന് പകരമായിട്ടാണ് അൻസിബ് എന്ന് കയറിയത്. അതുകൊണ്ട് തിരിച്ച് സിജോയ്ക്ക് ഒരു അവസരം കൊടുക്കാനായിട്ടാണ് അൻസിബ് ആഗ്രഹിക്കുന്നത്. അഭിഷേക് സായിനെയാണ് പറയുന്നത് പവർ റൂമിലെ പെർഫോമൻസ് നല്ലതായിരുന്നു, അതുകൊണ്ട്. ശ്രീരേഖയെ പറയുന്നുണ്ട് ഹോട്ടൽ ടാസ്കിൽ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട്. റിസ്മിൻ ശ്രീരേഖയാണ് പറയുന്നത് നല്ല പെർഫോമൻസ് ആണ്, 100% ഇട്ടിട്ടാണ് ഗെയിം കളിക്കുന്നത്, പിന്നെ കുറച്ച് ഇമോഷണലൊക്കെയാണ്. അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശ്രീരേഖ ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ റസ്മിന് ആഗ്രഹമുണ്ട്, അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്. പിന്നീട് ശരണ്യ പറയുന്നു ഫിസിക്കലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്, ഏത് ഗെയിമിലും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി കളിക്കുന്നത്, ക്യാപ്റ്റൻസിയിലുള്ള ആ ഒരു ഗെയിം കാണാൻ ആഗ്രഹമുണ്ട്. ശരണ്യ ശ്രീരേഖയും നന്ദനയുമാണ് പറയുന്നത് ശ്രീരേഖയ്ക്കും ഇതുവരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, ക്യാപ്റ്റൻസി ഓപ്പർച്യൂണിറ്റി. നന്ദന എല്ലായിടത്തും ഭയങ്കര രസമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചു കളിച്ച് തന്നെയാണോ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സായി നന്ദനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. വന്നപ്പോൾ തൊട്ട് തന്നെ സായിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, സായിയുടെ ടീമിലുണ്ടായിരുന്നു. ഒരു പ്രഷർ വരുമ്പോൾ നന്ദന എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ പ്രഷറൊക്കെ വരുന്ന സമയത്ത്, ഉത്തരവാദിത്തം വരുന്ന സമയത്ത് കുറച്ചും കൂടെ റിഫൈൻഡ് ആവും. നന്ദനയുടെ സംസാരത്തെ കുറിച്ചിട്ടൊക്കെ മൊത്തത്തിലൊരു പരാതി മുൻ സമയങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് ശരണ്യെ പറയുന്നു ശരണ്യ നല്ലൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണ് എന്ന് തോന്നിയിട്ടുണ്ട് പവർ ടീമിലൊക്കെ ഉള്ള ഒരു അവസരത്തിൽ. ഈ ഒരു സമയത്ത് ശരണയ്ക്ക് ഈ ഒരു ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ശരണയുടെ ഗെയിമിന് നല്ലതാവും. അപ്സര ശ്രീരേഖയും ശരണയുമാണ് പറയുന്നത് ശ്രീരേഖ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്ര ഡെഡിക്കേഷനുള്ള ശ്രീരേഖയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൗസിനും നല്ലതാണ്. ശരണ്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരുന്ന ഒരാളാണ്. ക്യാപ്റ്റൻസി ഈ ഒരു അവസരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഔട്ട്പുട്ട് ശരണ്യ കൊടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ശരണ്യയ്ക്ക് അത് നന്നായിരിക്കുമെന്ന് അപ്സര പറയുന്നു. നന്ദന സായിയും ശരണ്യയുമാണ് പറയുന്നത് സായി പവർ റൂമിൽ പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ സായി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്യാപ്റ്റനായിട്ട് പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ട്. ശരണ്യ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ ആർജവത്തോടെ പറയുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ശരണ്യയ്ക്കും ക്യാപ്റ്റൻസി കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് നന്ദന പറയുന്നു. ജിൻഡോ ശ്രീരേഖയാണ് പറയുന്നത് പവർഫുൾ ആയിട്ട് തിരിച്ചു വരണമെന്നുള്ളതാണ് ജിൻഡോ പറഞ്ഞത്. ശരിക്കും ശ്രീരേഖയുടെ കാര്യത്തിൽ ജിൻഡോ പറഞ്ഞ ആ ഒരു ഒറ്റ സെന്റൻസ് തന്നെയാണ് കറക്റ്റ്, പവർഫുൾ ആയിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. ശരണ്യ പവർ റൂമിൽ നന്നായിരുന്നു, അതുകൊണ്ട് ശരണ്യയ്ക്കും ഒരു അവസരം ജിൻഡോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീതു ശ്രീരേഖയാണ് ആദ്യം പറയുന്നത് നല്ല ഡെഡിക്കേഷൻ ഉണ്ട്, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശ്രീരേഖയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശരണ്യ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഇൻഡിവിജ്വൽ പ്ലേ ഏറ്റവും കൂടുതൽ സാധ്യമാവുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുന്ന സമയത്താണ്. ആ ഒരു അവസരം ശരണയ്ക്ക് കിട്ടട്ടെ എന്ന് ശ്രീതു പറയുന്നു. അർജുൻ 10ാമത്തെ ആഴ്ചയുടെ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരേഖയ്ക്ക് ഈ ഒരു അവസരം നല്ല രീതിയിൽ തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും. കുറച്ച് വീക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ, അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കട്ടെ എന്ന് പറയുന്നു. നന്ദന ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു ക്യാപ്റ്റൻസിയെ കരുതട്ടെ, അതുകൊണ്ട് നന്ദനയും പറയുന്നുണ്ട്. ജാസ്മിൻ നന്ദനയാണ് പറയുന്നത് ഫസ്റ്റ് വന്നപ്പോൾ വൻ പവറായി വന്നു, പിന്നീട് ആ മെച്യൂരിറ്റി ജാസ്മിന് ഫീൽ ചെയ്തില്ല, പക്ഷെ പിന്നീട് പവറായി ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്, ഗ്രാഫിക്കിന് ഉയരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ക്യാപ്റ്റൻസി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ് പറയുന്നത്. ശ്രീരേഖയെ പിന്നീട് പറയുന്നു ഈ വീക്ക് നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഇപ്പോൾ ഡൗൺ ആണ്, പുറത്തു പോകുമോ എന്നുള്ളൊരു പേടി ശരിക്കും ശ്രീരേഖയ്ക്കുണ്ട്, എനിക്കും അങ്ങനെ തോന്നി. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരവസരമായിട്ടാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ജാസ്മിൻ കൊടുക്കുന്നത്. സിജോ നന്ദനയാണ് പറയുന്നത് അനിയത്തിക്കുട്ടിയാണ്. സിജോ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്ദനയ്ക്ക് ടാർഗറ്റിൽ കറക്റ്റ് ഫോക്കസ് ഇല്ല, പറയുന്ന കാര്യങ്ങളിൽ പോലും പലപ്പോഴും വ്യക്തതയില്ല, പതിയെ ഉയർന്നു വരുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻസി ശരിക്കും നന്ദനയ്ക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ് സിജോയുടെ ഒരു കോൺഫിഡൻസ്. അതേപോലെ നന്ദന പവർ റൂമിൽ കയറിയപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് ശരണ്യെ പറയുന്നു പ്ലെയിനായി പോകുന്ന ഒരു ഗെയിം ആയിരുന്നു, പക്ഷെ പവർ റൂമിൽ കയറിയപ്പോൾ നല്ല ഡിസിഷൻ പവർ ഉണ്ടായിരുന്നു. ശ്രീരേഖ നന്ദനയാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞ അതേ റീസൺ ഒക്കെ തന്നെയാണ്. അപ്പോൾ നന്ദനയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ശരണ്യെ കുറിച്ചിട്ട് പറയുന്നത് പവർ റൂമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, അപ്പോൾ പവർക്ക് ഉപയോഗിക്കാൻ അറിയാം, അപ്പോൾ ക്യാപ്റ്റൻസിയും കൂടെ കിട്ടിയാൽ നന്നായിരിക്കും, കാണാൻ ആഗ്രഹമുണ്ട്. ശരണ്യ നന്ദനയും ശ്രീരേഖയാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞ അതേ റീസൺ ഒക്കെ തന്നെയാണ് ശരണ്യം പറയുന്നത്. 7 വോട്ടുകളോടെ ശരണ്യ ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കും. 6 വോട്ടുകളോടെ നന്ദന, 9 വോട്ടുകളോടെ ശ്രീരേഖ. 9 വോട്ടുകൾ ശ്രീരേഖ കിട്ടി. ഒരു നല്ല ചേഞ്ച് ഉണ്ട്. ഈ 3 ആൾക്കാരുടെ കാര്യത്തിലും എനിക്ക് ശരണ്യയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ആലോചിക്കണം. നന്ദനയുടെ കാര്യത്തിലും ശ്രീരേഖയുടെ കാര്യത്തിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് അവർക്ക് കുറച്ച് നല്ല ഒരു ഇത് കിട്ടി, ഒരു പുഷ് കിട്ടി.
അപ്പം നന്ദന അതിനകത്ത് എനിക്ക് തോന്നുന്നു റിബലായിട്ട് നിന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ പ്രേക്ഷക ശ്രദ്ധയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ശ്രദ്ധയും ആകർഷിച്ചത്. ശ്രീരേഖ ആത്മാർത്ഥമായിട്ട് ആ ഒരു ഗെയിമിൽ പെർഫോം ചെയ്തു. അത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഡൗൺ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശ്രീരേഖയുടെ ആ ഒരു അഭിനയ പരിപാടി, ആ ഒരു സമീപനം എനിക്ക് പേഴ്സണലി ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസിന് മുൻപിൽ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ലൈവിൽ ഞാൻ കണ്ട കാര്യങ്ങൾ. ഇനി എപ്പിസോഡ് റിവ്യൂവിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു സ്പോൺസർ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കണ്ടസ്റ്റൻസ് എന്ന് തോന്നുന്നു. നന്ദി.